is good all. I will to welcome back to my YouTube channel. So ഇത് നമ്മുടെ ഫിദുട്ടി ബ്ലോഗറിൻ്റെ പുതിയൊരു എന്താ പറയുക ഇതുവരെ നമ്മൾ ചെയ്ത് നോക്കാത്ത ഒരു തരത്തിലുള്ള റെക്കോർഡ് വേറെയല്ല. നമ്മൾ സ്റ്റഡി റുട്ടീൻ ചെയ്യാൻ വേണ്ടി പോകണം. സ്റ്റഡി റുട്ടീനല്ല, നമ്മൾ സ്റ്റഡി എങ്ങനെ ചെയ്യുക എന്നൊക്കെയുള്ളത്. ഇത് എൻ്റെ ക്ലാസ്സിലുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ നമുക്ക് ചെയ്യാം. നമുക്ക് നേരെ വീട്ടിലോട്ടേക്ക് പോവാം. അപ്പോൾ നമുക്ക് യൂണിറ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന്. സോ ഇന്ന് നമുക്ക് മലയാളം പിന്നെന്താ ബേസിക് സയൻസും ആയിരുന്നു. മലയാളം ഫസ്റ്റ് ടൈം. അപ്പോൾ നമുക്ക് നാളെ മലയാളം സെക്കൻഡും അതുപോലെ എന്താ പറയുന്നത് ഇംഗ്ലീഷും അതുപോലെ തന്നെ ഹിന്ദിയുമാണ് നാളെ നമുക്കുള്ളത്. പിന്നെ ഇംഗ്ലീഷ് കുറച്ചൊക്കെ നിൽക്കും. ഇംഗ്ലീഷ് കുറച്ച് ബാഡാണ്. ഹിന്ദി എനിക്ക് വലിയ രീതിയിൽ അറിയില്ല. അപ്പോൾ അറിയുന്ന രീതിക്കൊക്കെ ഞാൻ ഹിന്ദി പറഞ്ഞു. സോ നമുക്കിത് ആരെയും കോക്ക്പീറ്റാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് കോക്ക്പീറ്റിൻ്റെ അതെ ആരെയും കോക്ക്പീറ്റ്. അപ്പോൾ അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും ആരെയും കോക്ക്പീറ്റ് പേജ് നമ്പർ 56 എടുത്തോളൂ. Arya always wanted to fly. Arya always wanted to fly. When she was 4 years old, she wanted to be റോസം. അപ്പോൾ ആര്യക്ക് 4 വയസ്സുള്ളപ്പോൾ ആര്യ പറയുന്നത് എനിക്ക് റോസമ്മ ആവണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആര്യ സോ ഹെർ സർക്കസ് റോസമ്മ. ആര്യ റോസമ്മയുടെ സർക്കസ് കണ്ടിട്ടാണ് എന്ത് പറയുന്നത് എനിക്ക് ആര്യമ്മയെ എന്താ പറയുക റോസമ്മയെ പോലെ ആവണം. Rosamma was trapeze artist. Rosamma ഒരു trapeze artist ആയിരുന്നു. And Arya wanted to fly in the air from swing to swing. Her clothes would glittery like Rosamma. Under of the people would climb for her. She would eat cotton candy every day. Her best friend would be cow. When Arya was 8 years old, went to be Kalpana Chawla. ആര്യയ്ക്ക് എന്ത് പറയുന്നത് 8 വയസ്സാകുന്ന സമയത്ത് ആര്യക്ക് കൽപ്പന ചൗളനെ പോലെ ആവണമെന്നാണ് പറയുന്നത്. When she made herself an orange space suit. She wore it day and night. അവളത് രാവിലെയും രാത്രിയും ഒക്കെ അത് ഇട്ടുകൊണ്ട് തന്നെ നടന്നു എന്നാണ് പറയുന്നത്. And എന്താ ആര്യ alert you feeling hot that suit. ആര്യ നിനക്ക് എന്താ പറയുക ചൂടെടുക്കുന്നില്ല ഒരു എന്താ പറയുക സ്യൂട്ട് ഇട്ടിട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ ആണ് കേട്ടോ. Students have to get used to the sweet suit. Amma, space is not as safe as the earth is. My suit will protect me. When Arya was 12 years old, she wanted to be Amelia Earhart. അവൾക്ക് 12 വയസ്സായപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് ആരാവണം അമീലിയ ഇയർഹാർട്ടിനെ പോലെ ആവണമെന്ന് പറയുന്നുണ്ട്. അമേലിയ ഇയർഹാർട്ടിനെ പോലെ ആവണമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു പേജ് കൂടി വായിച്ചിട്ട് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ വേണ്ടി പോവാണ്. എന്താ പറയുന്നത് she bit and sorry guys. So Amelia Earhart but she made plan for her school project. അവൾ പ്ലാനറ്റ് ഉണ്ടാക്കി. എന്തിനാ അവളുടെ സ്കൂൾ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അവൾ പ്ലാനറ്റ് ഉണ്ടാക്കി. It couldn't fly but she still got the second prize. Arya even got a haircut like Amelia. ആര്യ അമീലിയ ഇയർഹാർട്ടിനെ പോലെ ഒരു ഹെയർ കട്ടും കൊടുത്തിട്ടുണ്ട്.
കൊടുത്തല്ല അവൾ ചെയ്ത്. Soon Arya heard of Angulya by Kaumudamal and Sara Thakkaral, the first Indian woman to fly a planet. Angulya Bai was just 16 years old. I can't wait till I'm 10 teenager. So you can drive? No. So you can walk? No. Then what? So I can fly. When Arya 18 years old, she want to become a fighter. Poet. Who are they, Chechi? Asked her little brother. Raju seeing a poster on her wall. They are Bhuvan, Avani and Mohana, the first woman to fly. ഇവരാദ്യമായി പറഞ്ഞവരാണ് എന്ന് പറയുന്നത്. Fighter planets in the Arya the world's means Arya launched maybe somebody someday. Raju എന്ന് ചോദിച്ചു. ആര്യ ഇതുപോലെ ഒരു ദിവസം ആകുമോ ചേച്ചി, അതായത് ആര്യല്ല ചേച്ചി ഇതുപോലെ ഒരു ദിവസം ആകും എന്ന് ആര്യൻ്റെ അനിയനോട് പറഞ്ഞു. പിന്നെ നമുക്ക് ഗ്ലോസറി ആണുള്ളത്. ഗ്ലോസറി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഗ്ലോസറി നോക്കുന്നില്ല. പിന്നെ നമുക്ക് എന്താ വരുന്നത്, യു ഹാവ് read about Arya dreams. Do you have any dreams? നിങ്ങൾക്ക് ഡ്രീംസ് ഉണ്ടെങ്കിൽ ആ ഡ്രീംസിനെ കുറിച്ച് എഴുതാൻ ചിലപ്പോൾ വരും, അപ്പം അത് എഴുതാം. പിന്നെ ഇത് ആക്ടിവിറ്റി 2 നമുക്കിത് വരില്ല കേട്ടോ. പിന്നെ തേർഡ് ഷൂട്ട് ഉണ്ട്, എന്താ പറയുക, തേർഡ് ഷൂട്ടിൽ അങ്ങനെ വായിക്കാനായിട്ട് അങ്ങനെയൊന്നുമില്ല. ദ മൂൺ ആസ് ദ ഫ്ലേക്സ് അത് ഞാൻ വായിക്കുന്നില്ല, ഒരുപാട് വായിക്കാനുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കുറേ ലോങ് ആവും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നിങ്ങൾക്ക് എന്താ എഴുതേണ്ടതെന്നൊക്കെ ഉള്ളതൊക്കെ. സോ ഇതുണ്ടല്ലോ റെബേക്ക ദ ചാൻമേക്കർ ഒക്കെ ഇല്ല, അതൊക്കെ നമുക്ക് വേണം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് എന്താ പറയുക എക്സാമിൽ നമുക്ക് ആര്യൻ്റെ കോപ്പീജ് തൊട്ട് ഇതേ ഉള്ളൂ റെബേക്ക, അവിടെ വരെ ഉള്ളൂ. നമുക്ക് എഴുതാനുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതി കാണിച്ച് തരാം. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. സോ ജസ്റ്റ് ഡു ലൈക്ക് ദാറ്റ്. ഇപ്പം നിങ്ങളുടെ ചുമരിനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ take a towel, put some water there and brush it up. Otherwise നല്ല വീട്ടിലിട്ടാൽ ചാൻസ് ഉണ്ട്. With your grandmother or mother, father, anyway you can get beat. So that's why. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു നോട്ടീസാണ് തയ്യാറാക്കാൻ പോകുന്നത്, ഇംഗ്ലീഷ് നോട്ടീസ്. അതായത് നമ്മുടെ സ്കൂളിൽ എക്കോ ക്ലബ്ബ് നടത്തുന്ന ഒരു നോട്ടീസാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ആരാ നടത്തുന്നത്? എക്കോ ക്ലബ്ബ്. അപ്പം എനിക്ക് നോട്ടീസ് ബോർഡ് ഉണ്ടാക്കാൻ എല്ലാവരും അറിയാം. നോട്ടീസ് കാണുന്നുണ്ടോ? കണ്ടില്ലേ? Our school have in our school നമ്മുടെ സ്കൂളിൽ അയ്യോ കാണുന്നില്ല ഗൈസ്, എന്തൊരു കഷ്ടമാണിത്. പോകാനൊരു ചാൻസ് ഉണ്ട്. ചെറിയ സ്ക്രീൻ വന്നു തുടങ്ങി. കാണുന്നില്ല, ഇപ്പോൾ ഒരു സൂമായിട്ട് ഇട്ട് തന്നെ ഇത് കാണുന്നുണ്ടല്ലേ. Our school have ഇടാ കാണുന്നില്ലടോ സത്യത്തിൽ. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ?
പറഞ്ഞാൽ നിങ്ങൾ എടുത്ത് എഴുതുമെങ്കിൽ ഞങ്ങൾ പറഞ്ഞു. അപ്പം നിങ്ങൾ എന്താ പറയുക, നമ്മുടെ തേർഡ് ഷൂട്ടില്ലേ, തേർഡ് ഷൂട്ടും ഈ തേർഡ് ഷൂട്ടിൻ്റെത് ചിലപ്പോൾ പിക്ചറൊക്കെ വരയ്ക്കാനായിട്ട് വരും. അപ്പോൾ പിക്ചർ വരയ്ക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ പിക്ചർ വരച്ചിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി. സോ എന്താ പറയുക, പിക്ചർ വരയ്ക്കണം. സോ അപ്പോൾ പിക്ചർ വരയ്ക്കാൻ നമുക്ക് നന്നായിട്ട് പഠിക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് എലിഫൻറ്റ് വരയ്ക്കണം എങ്ങനെയാണെന്നൊക്കെ അടുത്ത വീഡിയോസ്. അപ്പോൾ ഒന്നും എനിക്കൊരു ടൈമില്ല. അപ്പം ഇത് തന്നെ ഉള്ളൂ നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇത് ചെറിയൊരു സ്മോൾ വീഡിയോ ആണ്. നിങ്ങൾ എന്തായാലും ഇംഗ്ലീഷിൽ വരാൻ പോകുന്നത് പറഞ്ഞു തരാനൊന്നും അങ്ങനെ പറ്റത്തില്ല, കാര്യം ഇത് പറയാനാണ്. സോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഇംഗ്ലീഷിൽ നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുകയുള്ളൂ ഗൈസ്. അല്ലാണ്ട് നിങ്ങൾ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് തിരിഞ്ഞ് ഒന്നും കളിച്ചിട്ടില്ല വായിച്ചിട്ടില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ യു ഡിഡ്ന്റ് ഗെറ്റ് സം മാർക്സ് ഹിയർ. അപ്പോൾ മാർക്ക് കിട്ടത്തില്ല. നിങ്ങൾ വായിക്കണം എന്നാൽ മാത്രം മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ആൻഡ് ഹിന്ദിയിലേക്ക് എടുക്കാം. ഹിന്ദിയിലേക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ ആ ബെൽ ബട്ടനായിട്ട് ചമർത്തിക്കോളൂ ഗൈസ്. ആൻഡ് എന്ന് പറയുന്നത് എന്താണ്, പിന്നെ വേറെ ഒന്നുമില്ല, നമ്മുടെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പിന്നെ നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയ ഗീവ് അവേ ഉറപ്പാണ്. പിന്നെ ഞാൻ എന്നോട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാൻ പറഞ്ഞ ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞുതരാം നെക്സ്റ്റ് വീഡിയോ. അപ്പം കാണാം. This is Fidu the Vlogger signing off.